2026 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് സർവേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി നമ്മൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലെ സർവേ ഫലങ്ങൾ ആണ് പരിശോധിച്ചത്. അതിൽ നിന്ന് LDFന് 21 സീറ്റും UDF 30 സീറ്റും BJP 2 സീറ്റും ആണ് അന്തിമ കണക്കിൽ ഞങ്ങൾ നേടും എന്ന് വിലയിരുത്തുന്നത്. ഈ സർവേ ഫലങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കയറിയാൽ കാണാവുന്നതാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുവിടുന്നത് എറണാകുളം ജില്ലയിലെ സർവേ ഫലങ്ങളാണ്. നമുക്ക് ആദ്യത്തെ മണ്ഡലത്തിലേക്ക് കടക്കാം. കോതമംഗലത്ത് ശക്തമായ പോരാട്ടം ആണ് ഉള്ളത്. LDF UDF തമ്മിൽ ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത്. നേരിയ മേൽകൈ ഷിബു തെക്കുംപുറത്തിനുണ്ടെന്ന് സൂചന. മൂവാറ്റുപുഴ UDF മാത്യു കുഴൽനാടനിലൂടെ നിലനിർത്തും. വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നും വിലയിരുത്തുന്നു. പിറവത്ത് മാറ്റമൊന്നുമില്ല. അനൂപ് ജേക്കബിന് വലിയ വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ മണ്ഡലം നിലനിർത്തുവാൻ കഴിയും. കുന്നത്തുനാട് സജീന്ദ്രൻ UDFന് വേണ്ടി തിരിച്ചുപിടിക്കും എന്നാണ് സർവേ പറയുന്നത്. 2023 സ്ഥാനത്ത്. അവരുടെ വോട്ട് ശതമാനവും കുറയും എന്ന് വിലയിരുത്തുന്നു. തൃക്കാക്കരയും UDF കോട്ട ആയി തുടരും. ഉമ തോമസിന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാനും സാധ്യത കാണുന്നു. എറണാകുളത്തും മാറ്റമൊന്നും ഇല്ല. വിനോദ് വ്യക്തമായ ഭൂരിപക്ഷം നേടി വിജയിക്കും. തൃപ്പൂണിത്തുറയിൽ ശക്തമായ മത്സരം നടന്നു എങ്കിലും ദീപക് ജോയ് തന്നെ ജയിക്കും എന്നാണ് സൂചന. BJP 2ാം സ്ഥാനത്ത് എത്താനുള്ള നേരിയ സാധ്യതയും കാണുന്നു. കൊച്ചിയിൽ ശക്തമായ മത്സരം നടന്നു. LDFും UDFും ഒപ്പത്തിനൊപ്പം എന്നാണ് ഞങ്ങളുടെ സർവേ പറയുന്നത്. നേരിയ മേൽകൈ മാക്സിക്ക് ഉണ്ടെന്ന് സൂചന. വൈപ്പിനിലും LDFും UDFും ഒപ്പത്തിനൊപ്പം എന്നാണ് സർവേ പറയുന്നത്. നേരിയ മേൽകൈ ടോണി ചെമ്മണിക്ക് നേടാൻ കഴിയും എന്ന് വിലയിരുത്തുന്നു. പറവൂരിൽ VD സതീശൻ തന്നെ. കഴിഞ്ഞ ഇലക്ഷനേക്കാൾ ഭൂരിപക്ഷം ഉയർത്താനാകും എന്നു സർവേ സൂചിപ്പിക്കുന്നു. കളമശ്ശേരിയിൽ മന്ത്രി കൂടെ ആയ രാജീവ് പരാജയപ്പെടും. അബ്ദുൽ ഗഫൂർ UDFനായി അട്ടിമറി ജയം നേടും. ആലുവ UDFന്റെ ഉറച്ച കോട്ട ആയി തുടരും. അൻവർ സാദത്ത് സുരക്ഷിത ഭൂരിപക്ഷം നേടും. അങ്കമാലിയിലും മാറ്റമില്ല. UDFന്റെ റോജി M ജോൺ വിജയിക്കും. പെരുമ്പാവൂരും മാറ്റമില്ലാതെ തുടരും. UDFനായി മനോജ് മുത്തേടൻ മണ്ഡലം നിലനിർത്തുമെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിൽ ആയിരിക്കും വിജയിക്കും. എറണാകുളം ജില്ലയിലെ ഞങ്ങളുടെ സർവേ ഫലം പുറത്തു വരുമ്പോൾ LDF 0 മുതൽ 3 സീറ്റും UDF 11 മുതൽ 14 സീറ്റും വിജയിക്കാനാകുമെന്ന് പ്രവചിക്കുന്നു. ഞങ്ങളുടെ അന്തിമ കണക്കിൽ LDF 1ഉം UDF 13 സീറ്റും നേടുമെന്ന് വിലയിരുത്തുന്നു. ആകെ 14 മണ്ഡലങ്ങളുള്ള ജില്ലയിൽ സർവേ ഫലം അനുസരിച്ച് LDFന് 4 സീറ്റുകളുടെ നഷ്ടം സംഭവിക്കുമെന്ന് വ്യക്തമാക്കുന്നു. ആകെ 7 ജില്ലകളിലെ 67 സീറ്റുകളിലെ സർവേ കഴിയുമ്പോൾ LDFന് 16 മുതൽ 32 സീറ്റും UDFന് 33 മുതൽ 48 സീറ്റും BJP സഖ്യത്തിന് 2 മുതൽ 3 സീറ്റുകളും നേടാനാകും. ഞങ്ങളുടെ അവസാന കണക്കുകളിൽ LDFന് 22 സീറ്റും UDFന് 43 സീറ്റും BJP സഖ്യത്തിന് 2 സീറ്റുകളുമെന്നാണ് സർവേ വിലയിരുത്തുന്നത്. അടുത്ത വീഡിയോയിൽ തൃശൂർ ജില്ലയുടെ സർവേ ഫലങ്ങളാണ് പുറത്തുവിടുന്നത്. മറ്റു ജില്ലകളുടെ സർവേ ഫലങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുക. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ നന്ദി.